വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതിനിടെ 2 മാസത്തെ കുടിശ്ശിക അനുവദിച്ചു സർക്കാർ. വേതന കുടിശ്ശിക തീർക്കാൻ 52.85 കോടി രൂപയാണ് അനുവദിച്ചത്. ആശാപ്രവർത്തകർക്ക് പ്രതിമാസം 13,200 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന സർക്കാർ വാദം നുണയാണെന്നും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമരക്കാർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കർമാരുടെ സമരം 9 ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ ഇടപെടൽ. 3 മാസ കുടിശ്ശികയിൽ നിന്നാണ് 2 മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള പണം അനുവദിച്ചത്. വാഗ്ദാനം മുൻപും ലഭിച്ചിട്ടുണ്ടെന്നും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമരക്കാർ വ്യക്തമാക്കി. എപ്പോഴായിരുന്നാലും ഈ ഓണറേറിയം തരേണ്ടതാണ്. ജോലി ചെയ്യുന്ന കൂലിയാണ് അവർ തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. ആശാ വർക്കർമാർക്ക് 7,000 രൂപ മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് സർക്കാർ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് സർക്കാർ വാദം. എന്നാൽ ഈ വാദം തെറ്റെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. 7,000 രൂപയാണ് നമുക്ക് ഓണറേറിയം പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇൻസെൻറ്റീവായിട്ടാണ് പറയുന്നത്. ഓണറേറിയം തന്നെ 10 മാനദണ്ഡം വെച്ചാണ് 700 രൂപ വെച്ച് 10 മാനദണ്ഡത്തിനാണ് 7,000 രൂപ അടിക്കുന്നത്. അതുപോലും ആ മാനദണ്ഡം കറക്റ്റായിട്ട് കിട്ടാത്ത ആശമാർക്ക് പലവരും 1,500 രൂപ മേടിക്കുന്നതുകൊണ്ടുണ്ട്. വേതന വർധനയുൾപ്പെടെ ഉയർത്തിയ മുഴുവൻ ആവശ്യങ്ങളും പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നിലപാട്. നാളെ പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ എത്തിയേക്കും. മറ്റന്നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ മഹാസംഗമവും സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം.